തുടക്കത്തിൽ പറഞ്ഞതുപോലെ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ തേടുകയാണ് ന്യൂസ് 18. തോട്ടപ്പള്ളിയിൽ നാട്ടുകാരുമായി നേരിട്ട് സംസാരിച്ചു. അവിടെ ഏത് രീതിയിലാണ് കരിമണൽ ഖനനം നടക്കുന്നത്, എങ്ങോട്ടാണ് ധാതുമണൽ പോകുന്നത്, സംസ്ഥാനത്തിന് കോടികൾ ലാഭമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ധാതു സമ്പത്ത് ആർക്കു വേണ്ടിയാണ് ദുരുപയോഗം ചെയ്യുന്നത്, ഒരു തീരം തന്നെ, ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുന്ന ആ തീരുമാനം ഇപ്പോഴും എന്തുകൊണ്ട് മരവിപ്പിച്ചിട്ടില്ല? ഇതേക്കുറിച്ചുള്ള വസ്തുതകളാണ് ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായ വാർത്ത പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോട്ടപ്പള്ളിയെ ഇല്ലാതാക്കുന്ന കരിമണൽ ഖനനം. ഇതിനകം തന്നെ പുറത്തു വന്ന കാര്യമാണ്. ദുരന്ത നിവാരണത്തിന്റെ പേരിലാണ് തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ധാതുമണൽ നീക്കം ചെയ്യുന്നതിനുള്ള അനുവാദം സംസ്ഥാന സർക്കാർ കൊടുത്തത്. അത് മണൽ നീക്കം ചെയ്യണം എന്നുള്ള ഉത്തരവായിരുന്നു. പക്ഷേ അതിന്റെ മറവിൽ നടക്കുന്നത് കോടികളുടെ ധാതുമണൽ കടത്താണ്. ഇത് നാട്ടുകാർ പലതവണ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. 3 മാസത്തെ അനുമതിയാണ് ഇപ്പോൾ 4 വർഷത്തിന് ശേഷവും നടക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. ഞെട്ടിക്കുന്ന വിവരമാണ് തോട്ടപ്പള്ളിയിൽ ന്യൂസ് 18 സംഘം കണ്ടത്. ഇതുവരെ പുറത്തു വന്ന രേഖകളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ധാതുമണൽ കടത്താണ് നടക്കുന്നത് തോട്ടപ്പള്ളിയിൽ. അതുമാത്രമല്ല, രേഖകൾ പ്രകാരം പൊതുമേഖലാ കമ്പനികളായ KMML-നും IRE-ക്കുമാണ് മണലെടുക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ധാതു സമ്പത്ത് പോകുന്നത്, അതിന്റെ ഗുണം കിട്ടുന്നത് CMRL എന്ന കമ്പനിക്കാണ്. അപ്പോൾ ഇതിനകം തന്നെ പുറത്തു വന്ന ഈ മാസപ്പടിയെക്കുറിച്ചുള്ള വാർത്തകൾ അതിനെ സാധൂകരിക്കുന്നതാണ്. എന്താണ് ഈ മാസപ്പടിക്ക് പിന്നിലുള്ള കരിമണൽ ഘടത്ത്? നേരിട്ട് തന്നെ നാട്ടുകാർ അവർക്ക് കിട്ടിയ വിവരങ്ങൾ, അവർ എന്തൊക്കെ സമരങ്ങൾ അവിടെ ചെയ്തു, അതാരും ചെവി കൊള്ളാത്തത് എന്തുകൊണ്ടാണ്? ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ നടത്തിയ അന്വേഷണത്തിലേക്ക്. സർക്കാരിന്റെ സ്വർണ്ണഖനിയായ കരിമണൽ ഖനനത്തെ ചുറ്റിപ്പറ്റി എക്സാലോജിക് വിവാദം കൊഴുക്കുകയാണ്. ഒരു കാലത്ത് കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവച്ച ഖനനം പ്രളയത്തിന്റെ പേര് പറഞ്ഞാണ് ആലപ്പുഴയിൽ വീണ്ടും ആരംഭിക്കുന്നത്. തീരവും മണ്ണും നഷ്ടപ്പെട്ട ഒരു ജനതയുടെ കഥകൾ കൂടി അതിന് പിന്നിലുണ്ട്. കരിമണൽ ഖനനത്തിന് പിന്നിലെ കള്ളക്കളികൾ ന്യൂസ് 18 പരിശോധിക്കുകയാണ്. ഗവൺമെന്റ് കുട്ടനാടിനെ രക്ഷിക്കാനെന്നും പറഞ്ഞാണ് ഇതിന് തുടങ്ങിയത്. പക്ഷെ കുട്ടനാടിന്റെ അവസ്ഥ ഇപ്പോഴും അത് തന്നെയാണ്. ഇത് ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് കുട്ടനാട് രക്ഷപ്പെടത്തില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് മണ്ണെടുത്തോണ്ട് പോകും. പൊതുമേഖലാ സംരംഭം എന്ന് പറയുന്ന IRE-യും KMML-നെ കൊണ്ട് ഖനനം നടത്തിയിട്ട് കൊച്ചിയിലെ ഒരു മുതലാളിക്ക് വേണ്ടി ഖനനപ്പണി നടത്തി ഇവിടുത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയും അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ CMRL എവിടുന്ന് ഈ സിന്തറ്റിക് റൂട്ടയിൽ ഉണ്ടാകാനായിട്ടുള്ള സാധനം കിട്ടും? KMML മാത്രമാണ് കരിമണൽ ഖനനം നടത്താനുള്ള അധികാരമുള്ളത്. ഇവര് ഈ KMML നടത്തുമ്പോഴത്തേക്ക് CMRL എവിടുന്നാണ് കിട്ടുന്നത്? അപ്പോൾ ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടുന്ന് ഖനനം നടത്തുന്ന കാര്യങ്ങൾ കർത്തായ്ക്ക് വേണ്ടി പോവുകയാണ്. ഈ കരിമണൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് എടുക്കുന്ന സർക്കാരിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെയും വരുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് വിവാദം ആളിക്കത്തിയ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായെങ്കിലും സർക്കാർ തോട്ടപ്പള്ളിയിലെ ഖനനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നത്. KMML-ഉം അതുവഴി സ്വകാര്യ കമ്പനിയിലേക്കും കോടികൾ വിലമതിക്കുന്ന കരിമണൽ ഇതിനോടകം തന്നെ കടത്തിക്കഴിഞ്ഞുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വെറുമൊരു ആരോപണം മാത്രമല്ല അവരുടേത്, മറിച്ച് കണക്കുകൾ നിരത്തി തന്നെയുള്ള ആരോപണമാണത്. ദുരന്ത നിവാരണം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അവരിവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. ദുരന്ത നിവാരണം ഇവിടെ മണല് മാറ്റി വെള്ളം പോകാനായിട്ട് സ്വാമിനാഥൻ കമ്മീഷനും IIT-യും പറഞ്ഞെന്നാണ് അവർ പറയുന്നത്. വെള്ളപ്പൊക്കം വന്നത് 2018-ൽ, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത് 2007-ൽ. അത് കഴിഞ്ഞിട്ട് IIT റിപ്പോർട്ട് വെക്കുന്നത് 2011-ൽ. 2011-ലും 2007-ലും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വിനിയോഗിച്ചിട്ട് CMRL എഴുതി കൊടുത്ത സംഗതിയാണ്. CMRL-ഉം IRE-യിലെ ചില ഉദ്യോഗസ്ഥരും KMML-ഉം കൂടെ ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് 2,37,000 ക്യൂബിക് മീറ്റർ മണലെടുക്കാൻ കളക്ടർ സാങ്ഷൻ കൊടുത്തു. കളക്ടർ സാങ്ഷൻ കൊടുത്തിട്ട് ഞങ്ങളൊരു ലോജിക്കൽ കണക്കെടുത്തു. ഞങ്ങളുടെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം 300 ലോഡ്, ഇവിടെ 300 ലോഡ് പോകുന്ന വണ്ടി അളവ് ഞങ്ങൾ
45 ടൺ കയറുന്ന വണ്ടിയാണ്. 12 വീലുള്ള വണ്ടി 45 ടൺ കയറും. ഞങ്ങളുടെ കണക്കും പ്രകാരം 54 ലക്ഷം മെട്രിക് ടൺ 3 കൊല്ലം കൊണ്ടെടുത്തു. പക്ഷെ 54 ലക്ഷം മെട്രിക് ടൺ മണൽ എവിടെ ചെന്നിട്ടില്ല? IREയിലും ചെന്നിട്ടില്ല, KMMലും ചെന്നിട്ടില്ല. തോട്ടപ്പള്ളിയിൽ ആദ്യം കരിമണൽ നീക്കം ചെയ്യുന്നത് ഹാർബറിലെ ആഴം കൂട്ടൽ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. പിന്നീട് പ്രളയത്തിന്റെ മറവിൽ അത് പൊഴിമുഖത്തേക്കും കൂടി വ്യാപിപ്പിച്ചു. കുട്ടനാടിനെ വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷിക്കാനാണ് സർക്കാർ നീക്കമെങ്കിൽ ആദ്യം ആഴംകൂട്ടൽ പ്രക്രിയ നടക്കേണ്ടത് തണ്ണീർമുക്കം ബണ്ട് കേന്ദ്രീകരിച്ചായിരുന്നു. തണ്ണീർമുക്കത്തു നിന്നും ഒരു തരി മണ്ണ് പോലും സർക്കാർ നീക്കാൻ താൽപര്യം കാണിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കരിമണലിന് പിന്നിലെ കഴുകൻ കണ്ണുകളെ കുറിച്ച് കൂടുതൽ ബോധ്യമാകുന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.